Next heading, linear transformation given by a matrix. ശ്രദ്ധിക്കണേ, ഈ സൊല്യൂഷൻ സ്പേസ് നള്ളിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. സൊല്യൂഷൻ സ്പേസും നള്ളിറ്റിയും അതൊക്കെ ഈ പറയുന്ന ഡെഫിനിഷനിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ എ മെട്രിക്സ്, ഒരു മെട്രിക്സ് തരുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഒരു മെട്രിക്സ് തരുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഒരു മെട്രിക്സ് തരുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ? ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ടി ഓഫ് വി എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്? എ ഇൻറ്റു വി എന്നാണ് എഴുതേണ്ടത്. ഈ വി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്, എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. ഓക്കെ, വി ഈസ് അഗൈൻ എ വെക്ടർ. ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നാണ് പറയുന്നത്. എവിടെ നിന്ന് എവിടേക്ക്? r⁻n ൽ നിന്നും r⁻m ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതെങ്ങനെയാണോ ശരിയാവുക? അതായത് ഇപ്പോൾ വി എന്ന് പറയുന്നത് r⁻n ൽ നിന്നും നിങ്ങൾ ചൂസ് ചെയ്യുക. r⁻n ൽ നിന്നും പറയുമ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞൊരു വെക്ടർ ആയിരിക്കും നമുക്ക് r⁻n ൽ നിന്നും കിട്ടുക, അല്ലെ? ഇങ്ങനെ ഒരു വെക്ടറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഈ വെക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദിസ് വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് എന്തിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു m/n മെട്രിക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും അടുത്ത മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആയിരിക്കണം, അല്ലെ? ഈ വി എന്ന് പറഞ്ഞ വെക്ടർ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? അപ്പൊ ആ വെക്ടറിനെ നമ്മൾ എങ്ങനെ എഴുതണം? കോളം വെക്ടർ ആക്കി എഴുതണം. x1 എക്സെട്ര xn ആക്കി എഴുതണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് m/n മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അതിൽ n കോളംസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ n റോസ് വേണം എന്നുള്ളതുകൊണ്ട് n റോ വരുന്ന ഒരു കോളം മെട്രിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഈ വെക്ടറിനെ എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുറത്തേക്ക് കിട്ടുന്ന അതൊരു n/1 മെട്രിക്സ് ആണ്. ഇതൊന്ന് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പുറത്ത് കിട്ടുന്ന വെക്ടർ ഏത് ഫോർമാറ്റിലുള്ള മെട്രിക്സ് ആയിരിക്കും? ഒരു m/1 മെട്രിക്സ് ആയിരിക്കും, അല്ലെ? ഇറ്റ്സ് അഗെയിൻ എ കോളം മെട്രിക്സ്. സം നമുക്ക് പറയാം y1 എക്സെട്ര ym എന്ന് പറയുന്ന ഒരു m/1 മെട്രിക്സ് ആയിരിക്കും. ഈ ഒരു എലമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡേർഡ് ടപ്പിൾ ആയിട്ട് n ടപ്പിൾ ആയിട്ട് എഴുതാം, വിച്ച് ബിലോങ്സ് ടു r⁻m. അത് r⁻m ഒരു വെക്ടർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ദാറ്റ്സ് വൈ r⁻n ൽ നിന്നും r⁻m ഇവിടെ എന്തുണ്ട് എന്ന് പറയുന്നത്? ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വരും എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ കോൺസ്റ്റന്റ് മെട്രിക്സ് a m/n. ആ മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് കേട്ടോ. ആ മെട്രിക്സിന്റെ ഓർഡർ ശ്രദ്ധിക്കണം. എൻട്രീസ് ഒക്കെ ഒരു കോൺസ്റ്റന്റ് എൻട്രീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണേ? ഇനി ഇവിടെ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് m/n മെട്രിക്സ്, n/1 മെട്രിക്സ് റെപ്രസെന്റഡ് ഇൻ ദ വെക്ടർ r⁻n ആൻഡ് m/1 മെട്രിക്സ് റെപ്രസെന്റ്സ് ദ വെക്ടേഴ്സ് ഇൻ r⁻m. r⁻n വെക്ടേഴ്സിനെ ഒരു n/1 മെട്രിക്സ് ആയിട്ടും r⁻m വെക്ടേഴ്സിനെ m/1 മെട്രിക്സ് ആയിട്ടും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിക്കണേ, ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. Linear transformation t from r³ to r². Linear transformation t from r³ to r². T of x is equal to ax, where a is 1, -1, 2, -1, 2, 3. ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതെങ്ങനെയാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുന്നത്? ആയിരിക്കും, അല്ലെ? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് ആർ ക്യൂബിലെ ഒരു എലമെന്റ് എടുക്കാം. വിൽ സെലക്ട് 1 2 3 ബിലോങ്സ് ടു ആർ ക്യൂബ്. ഇതിന്റെ ഇമേജ് എന്താന്ന് പറയൂ? 1 2 3യുടെ ഇമേജ് ഇറ്റ്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 -1 2 -2 ആണ്. പിന്നെ -1 2 and 3. ഇനി ഈ ഒരു വെക്ടർ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? എങ്ങനെ എഴുതണം? കോളം മെട്രിക്സ് ആയിട്ട് എഴുതണം. 1 2 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കൂ? 1 -2 -6. അടുത്തത് -1 4 + 9 എന്താ വരിക? -7 and this is 12. -7 and 12 ശരിയല്ലേ? നോക്കി നോക്കി. വെറുതെ ഒരു എലമെന്റ് എടുത്താണ് കേട്ടോ ഞാൻ. വെറുതെ ഒരു 1 2 3 എടുത്തതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഇമേജ് ഓഫ് 1 2 3 എന്താണ് ശരിക്കും? -7 2 ആണ്, വിച്ച് ബിലോങ്സ് ടു ആർ സ്ക്വയർ. ഇത് ആർ സ്ക്വയറിലെ ഒരു എലമെന്റ് ആണ്. -7 12 ഇറ്റ്സ് an element in ആർ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ കേർണൽ എന്താന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ കേർണൽ എങ്ങനെയാ? ഇതിന്റെ കേർണൽ പറയാ? എങ്ങനെയാ ഇതിന്റെ കേർണൽ പറയാ? എങ്ങനെയാ പറയണ്ടേ? അതായത് ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? എന്ന് വെച്ചാൽ ടി ഓഫ് x1 x2 x3 is equal to a എന്ന് പറഞ്ഞ മെട്രിക്സ് 1 -1 -2 -1 2 3 into x1 x2 x3 ഈക്വൽ ടു എന്തെന്ന് കിട്ടണം? നമുക്ക് 0 കിട്ടണം. 0 0 0 അല്ലേ? ഈക്വൽ ടു എന്ത് കിട്ടണം? 0 0 0 കിട്ടണം. ദാറ്റ് മീൻസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ x1 - x2 - 2 x3 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കിട്ടും. -x1 + 2x2 2x2 + 3x3 ഈക്വൽ ടു 0 കിട്ടും അല്ലേ? ഇത് സോൾവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇവിടുത്തെ കേർണൽ കിട്ടുക. ഇത് സോൾവ് ചെയ്താലാണ് നമുക്ക് ഇവിടുത്തെ കേർണൽ കിട്ടുക. ഈ ഇക്വേഷൻ എങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യുക? ഇത് മെട്രിക്സ് മെത്തേഡ് ഒന്നും പറ്റില്ല അല്ലേ? മീൻസ് എന്താണ്? ഏത് മെത്തേഡ് തന്നെ വേണ്ടി വരും? ഗോസ് എലിമിനേഷൻ പോലത്തെ മെത്തേഡുകൾ തന്നെ വേണ്ടി വരും അല്ല? ഡയറക്റ്റ് സൊല്യൂഷൻ പ്രയാസമാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ AX = 0 എന്ന് പറഞ്ഞ ഹോമോജിനിയസ് ഇക്വേഷൻ ആണ്. ഡിറ്റർമിനന്റ് യൂസ് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എലിമിനേഷൻ തന്നെ ഉപയോഗിക്കുക. 1 -1 -2 0 പിന്നെ -1 2 3 and 0 augmented matrix. R2 changes to R2 plus R1 എന്ത് വരും? 1 -1 -2 0 അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 0 1 1 and 0 അല്ലേ? ഇപ്പോൾ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? x1 - x2 - 2x3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. സെക്കൻഡ് ഇക്വേഷനിൽ x1 ഉണ്ടാവില്ല. x2 + x3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, എന്ത് വരും? ഇവിടെ x2 = -x3 എന്ന് കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? x2 - x3 ആയിട്ട് കൊടുക്കുക. അപ്പൊ x1 ഇവിടെ കിട്ടും. എന്താ കിട്ടുക? x1 - x2
പ്ലസ് 2x2 x2 എന്ന് പറഞ്ഞ സോറി തിരിച്ചല്ലേ കൊടുക്കണ്ടേ, x2 എന്ന് പറയുന്നത് മൈനസ് x3 ആണ്. അപ്പൊ ഇത് പ്ലസ് x3 മൈനസ് 2x3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x1 മൈനസ് x3 ഈക്വൽ ടു 0, x1 ഈക്വൽ ടു x3. അപ്പൊ നോക്കൂ നിങ്ങൾ ആ x1 x2 x3 എങ്ങനെ എഴുതണേ, x1 x2 x3 എന്ന് പറഞ്ഞാൽ ആ വെക്ടറിനെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇപ്പോൾ x1 ഒരു വാല്യൂ, x1 എന്ന് പറഞ്ഞാൽ മൈനസ് x3 ആണ്, x2 എന്ന് പറഞ്ഞാൽ മൈനസ് x3 ആണ്. അപ്പൊ ഇവിടെ x3 കൊടുത്താൽ മതി, x2 എന്താണ് മൈനസ് x3 പിന്നെ ഇത് x3 കോമൺ ആണ് അല്ലെ, അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ഇതിനെ വെക്ടർ ആക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി, 1 മൈനസ് 1 1 എന്ന് കൊടുത്താൽ മതി, 1 മൈനസ് 1 1 എന്ന് കൊടുത്താൽ മതി അല്ലേ. 1 മൈനസ് 1 1. അപ്പൊ ഇവിടെ കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കേർണലില് ഈ ഒരു സിംഗിൾ എലമെന്റ് എന്നല്ല പറയാൻ പറ്റുക നമുക്ക്. ആ കേർണലില് ഈ ഒരു ഇപ്പൊ നമ്മൾ x3 മൈനസ് x3 ആണല്ലോ വന്നത്. ഈ ഫോർമാറ്റിൽ വരുന്ന എല്ലാ എലമെന്റുകളും വരും കേട്ടോ, ശ്രദ്ധിക്കണേ. ഒരു എലമെന്റ് മാത്രമല്ല, ഈ ഫോർമാറ്റിൽ വരുന്ന, ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ x3 ഉണ്ടാവും, മൈനസ് x3 ഉണ്ടാവും, x3 ഉണ്ടാവും എന്ന് വെച്ചാൽ 2 മൈനസ് 2 2 ഉണ്ടാവും, അതുപോലെ 3 മൈനസ് 3 3 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം നമുക്ക്? സ്പാൻ ഓഫ് 1 മൈനസ് 1 1 എന്ന് പറയാം. കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഇറ്റ് ഇസ് എ സ്പാൻ ഓഫ് 1 മൈനസ് 1 1 എന്ന് പറയാം. 1 മൈനസ് 1 1 കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാം, സ്പാൻ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ കൂടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ് ആയിട്ട് ആരൊക്കെ എഴുതാൻ പറ്റും അവരെല്ലാം ഏതിന്റെ കേർണലിൽ ഉണ്ടാവും? ഈ ഒരു വെക്ടർ സ്പേസിന്റെ, ലീനിയർ വെക്ടർ സ്പേസിന്റെ മീൻസ് ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണലിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് ശരിക്കും എന്താണ്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാണ് ചെയ്തത്. ഏത് ഇക്വേഷനാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്? ax ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് സോൾവ് ചെയ്തത് അല്ലേ. ax ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിന് എന്തൊക്കെ വാല്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് ഇതിന്റെ കേർണലിൽ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഈ ax ഈക്വൽ ടു 0ന്റെ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ എക്സിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ എക്സുകളുടെ കളക്ഷനെ നമ്മൾ എന്ത് പറയും? സൊല്യൂഷൻ സ്പേസ് എന്ന് പറയും. സൊല്യൂഷൻ സ്പേസ്. ഒന്നുകൂടെ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എക്സാമ്പിൾസ് നമുക്ക് ഇനിയും പറയാം, ഇനിയുണ്ട് വേറെ എക്സാമ്പിൾസ് ഉണ്ട് പറയാം. ഇതേ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് വേറെ നമ്മൾ പറയും. ഒറ്റയടിക്കൊണ്ട് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തൊക്കെ പോയി പറഞ്ഞാന്നുള്ളത് ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ax ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ്. എക്സുകളുടെ കളക്ഷൻ എന്തായി? അപ്പോൾ സൊല്യൂഷൻ സ്പേസ് ആയി. സൊല്യൂഷൻ സ്പേസ് ആയി. അവിടെയാണ് നമ്മൾ എന്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്? ഈ ഒരു സാധനം കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ ടി ഫ്രം r square to r raised to n to r raised to m be a linear transformation tx equal to ax, then the kernel of t is the solution space of ax equal to 0. Kernel of t എന്ന് പറയുന്നത് എന്താണ്? It's a solution space of ax equal to 0 ആണ്.